കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മായേ, അമ്മേ, ആ ഫോൺ എടുത്തേ, നീ അവനെ വിളിച്ചു നോക്കിയേ. കിട്ടുന്നില്ല അമ്മേ. അയ്യോ, എന്റെ ലിറ്റിൽ കണ്ണാ. അമ്മേ, അമ്മ എന്തിനിങ്ങനെ പേടിക്കുന്നേ? ഈ വീട്ടിലുള്ളവരാരും അയാളെ കൊല്ലുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനായിരുന്നെങ്കിൽ എത്രയോ ദുഷ്ടത്തരം ചെയ്തപ്പോഴൊക്കെ കൊല്ലായിരുന്നില്ലേ? ആ സമയത്തൊക്കെ ഡിക്ക് മുന്നറിയിപ്പ് നൽകുകയല്ലേ ചെയ്ത്? ജ്യോതിയുടെ ജീവനെടുക്കാൻ അയാൾ തീരുമാനിച്ചപ്പോഴല്ലേ കൈയും കാലം തല്ലി ഒടിച്ചത്? ചിത്രേ, എത്ര ദുഷ്ടനായാലും അവൻ നിന്റെ ഒരേ ഒരു സഹോദരനാ. കുട്ടിക്കാലത്ത് എന്നോട് എന്ത് സ്നേഹമായിരുന്നു. ഓളെ എന്നല്ലാതെ എന്റെ പേര് പോലും വിളിക്കില്ലായിരുന്നു. എവിടെ വെച്ചാണ് ഏട്ടന്റെ ജീവിതം ഇങ്ങനെ താളം തെറ്റിപ്പോയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പോലീസിൽ ജോലി കിട്ടി സൂര്യ കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങുന്നത് വരെ ഏട്ടൻ എല്ലാരോടും എന്ത് സ്നേഹത്തോടെ പെരുമാറിയിരുന്നെന്നറിയൂ? പക്ഷെ ഇതിനിടയിൽ എന്റെ ഏട്ടന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് ഇത്ര ആലോചിച്ചിട്ടും എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ല. ഇപ്പോ ഈ വീടും നിങ്ങളും തന്നെ എനിക്ക് ഏറ്റവും വലുത്. പക്ഷെ നിങ്ങൾക്കാർക്കും അറിയാത്തൊരു ഏട്ടൻ എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. നിന്റെ മനസ്സിൽ ഇത്രയും ദുഃഖം ഉണ്ടായിരുന്നോ മോളെ? അയാൾക്ക് വേണ്ടി കരയാൻ ഇപ്പൊ എനിക്ക് കണ്ണീരില്ലമ്മ. നിങ്ങളൊക്കെ എന്തിനാ അയാൾ ദ്രോഹിച്ച്? ഞാൻ ഈ വീട്ടിലാ ജീവിക്കുന്നെന്ന ഒരു പരിഗണന പോലും തന്നില്ലല്ലോ. എത്ര തവണ ഞാൻ അപേക്ഷിച്ചു നമ്മളെ ദ്രോഹിക്കരുതെന്ന്. കേട്ടോ അയാള്? പിന്നെ എങ്ങനെ ഞാൻ ആ ഏട്ടനെ സ്നേഹിക്കും? ഏട്ടന്റെ ശവം ഏറ്റുവാങ്ങി അടക്കിയതും കർമ്മങ്ങൾ ചെയ്തതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പം കൊണ്ടാ. സത്യത്തിൽ എനിക്കിപ്പോ സംശയം തോന്നുന്നു. എന്ത് സംശയം? ശരിക്കും സൂര്യക്ക് അവനാശിനും ഇടയിലെ പ്രശ്നം എന്തായിരുന്നു? അത് നമ്മളാരും അന്വേഷിച്ചിട്ടില്ല. താര പറഞ്ഞത് സത്യം തന്നെയാ. സൂര്യ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ച് അവിനാശിനെ കുറ്റപ്പെടുത്തിയെന്നല്ലാതെ സൂര്യ പറഞ്ഞതിലെ സത്യം നമ്മൾ ആരും തേടിയിട്ടില്ല. അന്ന് സൂര്യ ഈ വീടിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട ആ ദീപാവലി ദിവസം അവർക്കിടയിൽ എന്താ സംഭവിച്ചത്? സൂര്യ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് പോലും ഇപ്പൊ നമുക്കറിയില്ല. സൂര്യ ഉപേക്ഷിച്ച് പ്രിയയെ വിവാഹം കഴിക്കാൻ അവിനാശ് തീരുമാനിച്ചത് എന്തുകൊണ്ടാ? അതൊന്നും ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാൻ വായിച്ചേ. എല്ലാരും അങ്ങേയറ്റം ദ്രോഹിച്ച് അയാളങ്ങ് പോയി. ഇപ്പൊ അതിന്റെ പേരില് ജ്യോതിക്കും ഡിക്കും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നല്ലോ എന്ന് എന്റെ സങ്കടം. അമ്മ വിഷമിക്കണ്ട. വിലങ്ങിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരാളെയും പോലീസുകാരെ കൊണ്ടുപോയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വന്നാ ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. ചിത്രേ, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? അമ്മയുടെ മരുമോളായിട്ട് ജ്യോതി ഇന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇതെന്റെ വാക്കാ മോളെ. എന്റെ കൃഷ്ണ, എടി മക്കളെ, അവൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്? ഇത്രയും ദിവസം ഉള്ളിൽ അടക്കി വെച്ച സങ്കടം അറിയാതെ പുറത്തു വന്നു പോയതാ.
അവൾക്ക് അവിനാശിനോട് വലിയ സ്നേഹമായിരുന്നു. എന്നാ നമ്മുടെ കൂടെ അവള് നിന്നിട്ടുള്ളൂ. ഉം. നമുക്ക് വേണ്ടി അവള് സംസാരിച്ചിട്ടുള്ളൂ. പാവം. എന്റെ കണ്ണ, എല്ലാവരെയും കാത്തോളണേ. എനിക്കിത് പറയാൻ നീയേ ഉള്ളൂ. ഇവള് സത്യം പറയുന്നു തോന്നുന്നില്ല മാഡം. ഒരു കാര്യം ചെയ്യും, ഇന്ന് സൺഡേ അല്ലേ, കോടതിയില്ലല്ലോ. ജഡ്ജിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കാം. എന്നിട്ട് ഒരു 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാം. റിപ്പോർട്ട് തയ്യാറാക്കിക്കോ. യെസ് മാഡം. ഇനിയാ നീ അനുഭവിക്കാൻ പോകുന്നത്. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എന്താണ് നിനക്കൊരു പുച്ഛം? എനിക്കൊരു പുച്ഛമില്ല മാഡം. പക്ഷേ എന്നെ ഈ കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നാലും ഞാൻ ഇത് സമ്മതിക്കില്ല. നിങ്ങളെ കാണിച്ചതൊക്കെ ജഡ്ജിയോട് ഞാൻ വിളിച്ചു പറയും. എന്നാ പിന്നെ ഇതുകൂടെ അങ്ങ് പറഞ്ഞേക്കടി. എടി പെണ്ണേ, ഇതൊരു സാമ്പിൾ വെടിക്കെട്ട. യഥാർത്ഥ പൂരം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഡി കെ സാർ, ആ സംശയിക്കേണ്ട, എനിക്ക് സാറിന് അറിയാം. സാറേ, സംഗതി കുഴപ്പമാ. റിമാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നേ. അതിനിന്ന് സൺഡേ അല്ലേ, കോടതിയില്ലല്ലോ. സാറേ, ഇവിടെ ACPക്ക് മറ്റെന്തോ പ്ലാനുണ്ട്. ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കാനാണെന്നാ തോന്നുന്നേ. വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഭാര്യ അകത്തു പോവും. സാറേ, ഇനി ഇവിടെ നിന്നാ എൻ്റെ പണി പോവും. ഹലോ ജയപ്രകാശ്. ഹലോ സർ, ഞാൻ അന്നയാണ്. എന്താ അന്ന? എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? യെസ് സർ, ജ്യോതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വാട്ട്? സർ പ്ലീസ്, ജ്യോതിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സർ, 2 ദിവസം കസ്റ്റഡിയിൽ കിട്ടിയേ പറ്റൂ. പല കാര്യങ്ങളും അവൾ സമ്മതിക്കുന്നില്ല. ഇത് ഒഴിവാക്കി കൂടെ അന്ന? ആവശ്യപ്പെടുമ്പോ എത്താമെന്ന് ഉറപ്പിൽ വിട്ടാ പോരെ? സർ, അത് ശരിയാവില്ല. സാറിന്റെ ഫ്രണ്ടിന്റെ വൈഫ് ആയതുകൊണ്ടാണ് ഞാൻ സാറിനോട് അഡ്വൈസ് ചോദിച്ചത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കാമെന്നാ വിചാരിക്കുന്നത്. ഇതിലിനി വേറൊന്നും ചെയ്യാനില്ല സർ. ജ്യോതി കുറ്റം സമ്മതിച്ചോ? ഒരു കുറ്റവാളിയും സ്വയം കുറ്റം സമ്മതിക്കില്ലല്ലോ സർ. അതുകൊണ്ടാ കുറച്ച് സമയം കൂടി വേണോന്ന് ഞാൻ പറഞ്ഞത്. അന്ന, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ജ്യോതി നിരപരാധിയാണെങ്കിൽ അത് കൂടുതൽ കുഴപ്പമാവും. സർ, DK ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ച് സാർ ഇതിൽ ഇടപെടരുത് പ്ലീസ് സർ. അത്രയ്ക്ക് ഉറപ്പാണോ? യെസ് സർ. Then proceed. എന്തായി മാഡം, കമ്മീഷണർ സമ്മതിച്ചോ? ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചു. റിപ്പോർട്ട് തയ്യാറാക്കിക്കോ. ഇപ്പൊ ചെയ്യാം മാഡം. ഒന്ന് ഫാസ്റ്റ് ആക്ക്. DK അറിഞ്ഞ് അട്ടിമറിക്കുന്നതിന് മുമ്പ് ജ്യോതിയെയും കൊണ്ട് ജഡ്ജിയുടെ വീട്ടിലെത്തണം. ഓക്കെ മാഡം. മാഡം, ജ്യോതി എങ്ങോട്ട് കൊണ്ടുപോവാ? പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി കസ്റ്റഡിയിലെടുക്കാൻ കൊണ്ടുപോവുക. മാഡം എന്താ ഈ പറയുന്നത്? കസ്റ്റഡി വാങ്ങാനോ? അതിനവൾ എന്ത് ചെയ്തു? CI അവിനാഷിനെ വിഷം കൊടുത്തു കൊന്നത് നിങ്ങളുടെ ഭാര്യയാണ് എന്നിവള് പറഞ്ഞോ? ഇല്ല ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ പേടിക്കണ്ട, ധൈര്യമായിരിക്കും. നിന്നെ ഒരു കസ്റ്റഡിയിലും കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതെ,
നിങ്ങളുടെ കമ്മീഷണർ ഉണ്ടാകുമെന്ന് ഓർത്തിട്ടാണോ? എങ്കിൽ വേണ്ട, അദ്ദേഹം കൈയൊഴിഞ്ഞു. നടക്കടി അങ്ങോട്ട്. മാഡം പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഇവിടെ ഹാജരാക്കാം. വേണ്ട, അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. വാടി അങ്ങോട്ട്. ഏട്ടാ, ഏട്ടാ. ഹലോ അച്ഛാ. മോനെ, അച്ഛൻ പേടിക്കണ്ട, ഞാൻ DK എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അവളെ ജയിലിലടയ്ക്കാൻ നോക്കണേ മോനെ. അവളൊരു പാവാ, എന്നും കഷ്ടപ്പെട്ടിട്ടുള്ളോളാ. അവളെ രക്ഷിക്കണം മോനെ. എനിക്കിത് പറയാൻ ഇപ്പൊ മോനല്ലേ ഉള്ളൂ. അച്ഛാ, DK എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഇനി അങ്ങോട്ടെത്താൻ കുറച്ച് സമയം കൂടി മതി. ചേച്ചിയും കൊണ്ട് പോലീസ് ജഡ്ജിയുടെ വീട്ടിലെത്തും മുമ്പേ ഞാനവിടെ എത്തിയിരിക്കും. ഞാൻ വിളിക്കാം അച്ഛാ. ശരി മോനെ. അവൻ എന്താ പറഞ്ഞത്? ജയപ്രകാശ് ഇപ്പൊ അങ്ങെത്തും. DK ആയിട്ട് അവര് തമ്മിൽ സംസാരിച്ചെന്നാ പറഞ്ഞത്. ആ പോലീസുകാരി പെണ്ണുപിള്ള മനഃപൂർവ്വം നമ്മളെ ജയിലിലടയ്ക്കാൻ നോക്കുക, അല്ല എന്താ? ഈശ്വര, ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു പിടിയില്ല. എങ്ങനെ എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കും? ഇനി ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോ ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും സുധേട്ടാ? അല്ല, അവളെ ഇന്ന് തന്നെ ജയിലിലടയ്ക്കുവോ? നിന്റെ കരുനാക്കെടുത്തൊന്നും വളക്കില്ലേ ആശാരതെ. എന്തായാലും ജയിലിൽ കയറാനുള്ള യോഗമൊന്നും എന്റെ മകളുടെ ജാതകത്തിലില്ല. ഞാനൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് എന്നെ ഇങ്ങനെ ചാടി കടിക്കാനൊന്നും വരണ്ട. ഇപ്പൊ നിന്റെ ആഗ്രഹം എന്താ? അവള് ജയിലിൽ പോകണമെന്നാണോ? ദൈവദോഷം പറയല്ലേ മനുഷ്യ. അവളെ പെറ്റില്ലെന്നേ ഉള്ളൂ. വളർത്തിയത് ഞാൻ തന്നെയാ. അവൾക്ക് എന്ത് പറ്റിയാലും എനിക്കും വേദനിക്കും. എന്നാലും അവള് ജയിലിൽ പോകുന്നത് എനിക്ക് സന്തോഷമാണെന്ന് ചിന്തിക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്? അല്ലെങ്കിലും രണ്ടാനമ്മ എന്നും പടിക്ക് പുറത്തല്ലേ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഈശ്വര, എന്റെ ജ്യോതിമോളെ രക്ഷിക്കണേ. അവക്ക് ഒരു കുഴപ്പവും വരുത്തല്ലേ. സ്റ്റോപ്പ് ഇറ്റ്. ഇത് പറയാനല്ല നിന്നെ ഞാൻ ഈ ജോലി ഏൽപ്പിച്ചത്. അവൾക്ക് ജാമ്യം കിട്ടിയെന്ന് പറയാൻ നാണമില്ല നിനക്ക്? ആ ജഡ്ജിയാ ചതിച്ചത്. അയാൾ അവൾക്ക് ജാമ്യം കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരമില്ല, അടുത്ത കുരുക്കിൽ ഞാൻ അവളെ പൂട്ടും. ഏതവനാണ് ആ ജഡ്ജി? അയാള് ജ്യോതിക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു. കസ്റ്റഡിയിൽ വിട്ടിരുന്നെങ്കിലേ ആ ACP അവളെ തകർത്ത് തരിപ്പണമാക്കിയനെ. സാരമില്ല സാർ, ഇതിൽ അവൾ ആകെ ഒന്ന് വിറച്ചിട്ടുണ്ട്. DKയുടെ കൂട്ടുകാരായ കളക്ടറും കമ്മീഷണറും ഒന്നിച്ച് ശ്രമിച്ചിട്ടും ജ്യോതിയെ ആ ACP ജഡ്ജിയുടെ മുന്നിൽ വരെ എത്തിച്ചില്ലേ? അതൊരു ചെറിയ കാര്യമല്ല സാർ. ആ ജഡ്ജി അയാൾ ഒറ്റയാളാ എല്ലാം തകർത്തത്. അത് വിട്ടേക്ക് സാർ, ഇനിയും അവസരം കിട്ടും. അടുത്ത തവണ കുറച്ചുകൂടി സ്ട്രോങ് ആയ ഒരു തെളിവുണ്ടാക്കണം. എന്നിട്ട് അവളെ ഇതുപോലെ കസ്റ്റഡിയിൽ വാങ്ങണം. എടോ, അമരാവതിയിൽ ഇപ്പൊ എല്ലാരും സന്തോഷിക്കായിരിക്കും. സന്തോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. താമസിയാതെ അവള് കരയും. അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ജ്യോതിക്ക് ജാമ്യം കിട്ടി, അവരിപ്പോ ഇങ്ങെത്തും. സന്തോഷമായിട്ടിരിക്കും. അല്ല, ഇതുപോലെ ഇനി അവളെ കൊണ്ടുപോവോ മോനെ? ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ചുമ്മാ ACP മാഡത്തിൻ്റെ ഒരു തമാശയല്ലേ. അതിനുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം.
അവരെത്തി. മോളെ അമ്മ മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. മോനെ വാ. താങ്ക്സ് ഡാ. താൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ജാമ്യം കിട്ടില്ലായിരുന്നു. മോളെ അമ്മ വല്ലാതെ പേടിച്ചു അല്ലേ? പിന്നെ പേടിക്കാതെ. അമ്മേ, അമ്മയ്ക്ക് സണ്ണിച്ചാനും ഓർമ്മയില്ലേ? ഇവന്റെ ഏട്ടൻ പണ്ട് നിന്റെ കൂടെ ഇവിടെ വന്ന അയലിപ്പിച്ച പയ്യനല്ലേ? ആ പഴയ ആളൊക്കെ ഇപ്പൊ മാറി, വലിയ ജഡ്ജിയായിപ്പോ. ഓ ആണോ? ആ സണ്ണിച്ചായനാ ഇവൾക്ക് ജാമ്യം കൊടുത്തു. ഓ അല്ലെങ്കിലും അങ്ങനെയാ മോനെ, നമ്മളെ ചതിക്കാനും അപകടപ്പെടുത്താനും പല വഴിക്കും ഒരുപാട് പേര് വരും. പക്ഷേ രക്ഷിക്കാനൊരു മാലാഖയെ ദൈവം എവിടെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. DK എന്നോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ ഏട്ടനെ വിളിച്ചു പറഞ്ഞു. നിന്നെ ആ പോലീസുകാരി വല്ലതും ചെയ്തോ മോളെ? ഇല്ല മാം, എന്നെ ഒന്നും ചെയ്തില്ല. എന്റെ ഭഗവാനെ, അവര് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് പറ്റുന്ന മറുപടിയൊക്കെ ഞാനും പറഞ്ഞു. ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ജയിലിലെങ്ങാനും പോയിരുന്നെങ്കിൽ പിന്നെ അവിടെ വന്ന് കാണേണ്ടി വന്നേനല്ലേ മായച്ചി? ഇവള് വെറുതെ പറഞ്ഞതാ ജ്യോതി, നീ തമാശയായിട്ട് കണ്ടാ മതി. DK ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോളുവാ. പോലീസിന്റെ ഇതുവരെയുള്ള കണ്ടെത്തലുകളും നിഗമനങ്ങളും അവർ ക്രൈം DGക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സുപ്രധാനമായ ചില കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുകയും ചെയ്തു. വ്യക്തിപരമായ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ മിടുക്കനായ ഒരു ഓഫീസറായിരുന്നു അവിനാഷ്. അതുകൊണ്ട് തന്നെ കുറ്റവാളിയെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ കടമയാണ്. അതൊക്കെ എനിക്ക് അറിയാൻ ടീവിച്ച. അതുമാത്രമല്ല, ഒരു സ്ത്രീയാണ് കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലാണ് പോലീസ്. അതുകൊണ്ടാണ് ജ്യോതിയെ പോലീസ് സംശയിച്ചത്. എന്തായാലും അവിനാഷ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷം കഴിക്കില്ല. അവിനാഷ് ഇല്ലാതായെങ്കിലെന്ന് എല്ലാവരും ആഗ്രഹിച്ച കാര്യമാണ്. പ്രിയയായിരുന്നല്ലോ അവന്റെ പ്രശ്നം. കുറച്ച് ദിവസങ്ങൾ അവൾ അവന്റെ വീട്ടിൽ പോയി താമസിക്കുകയും ചെയ്തു. അതെ, അതിനെന്താ? ആ സമയത്തെങ്ങാനും പ്രിയ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടാവുമോ? എന്തബദ്ധം? ഇതുപോലെ അവിടെ ഏതെങ്കിലും മദ്യക്കുപ്പിയിൽ വിഷം കലർത്തുകയോ മറ്റോ? ഏയ് ഇല്ല, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അവൾ ഞങ്ങളോട് പറഞ്ഞേനെ. പോലീസിന് സംശയം ജ്യോതിയെയും പ്രിയയുമാണ്. ഇനി അവർ പ്രിയയ്ക്ക് നേരെയാണ് തിരിയാൻ പോകുന്നത്. തൽക്കാലം ഈ വിവരം ജയപ്രകാശിനോട് സൂചിപ്പിച്ചേക്കും. അതിനെക്കുറിച്ചൊക്കെ ജയപ്രകാശിന് നല്ല ധാരണയുണ്ട്. ഇതേ സംശയം കഴിഞ്ഞ ദിവസം ജയപ്രകാശ് എന്നോട് പറയുകയും ചെയ്തു. പോലീസ് ഇനി സംശയിക്കുക ജ്യോതിയോ പ്രിയോ ആയിരിക്കുമെന്ന്. എന്തായാലും സൂക്ഷിക്കണം. അവിടെ ചിതറിക്കിടക്കുന്ന ഊഹങ്ങളെല്ലാം ചേർത്ത് പോലീസ് ഒരു കഥയും കൊണ്ടാക്കും. അതിൽ പെട്ടുപോയാൽ പിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതിന്റെ സെൻസ് മനസ്സിലായല്ലോ? മനസ്സിലായി. ആ ACP അതിനെ പറ്റിയ ആളാണെന്നല്ലേ? പേടിക്കണ്ട, ഇനി ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വൈകിട്ട് ഓഫീസിലേക്ക് ഇറങ്ങാം. ആയിക്കോട്ടെ. ചിത്ര, ഞാനാണ് അവിനാഷിനെ കൊന്നതെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ മനസ്സിൽ എത്രമാത്രം ദുഃഖമുണ്ടെന്ന് എനിക്കറിയാം.
ശത്രുതയുണ്ടായിരുന്നു. അവൻ മരിക്കാൻ വേണ്ടി പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ ACP പറയുവാ ഞാനാണ് അവിനാശിനെ. അല്ലെന്ന് എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. മുൻകൂട്ടി എന്തൊക്കെയോ തീരുമാനിച്ച പോലെയാ അവരുടെ പെരുമാറ്റം. ചിത്ര, എനിക്ക് വേറെ ആരും വിശ്വസിക്കണ്ട. നീ വിശ്വസിച്ചാ മതി. ജ്യോതി, ഇതൊന്നും എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ആരെങ്കിലും കുറ്റവാളിയാക്കാനോ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ ഒന്നിനും ഞാനില്ല. ഏട്ടന്റെ വിധി ഏട്ടൻ സ്വയം തീരുമാനിച്ചു. അത്രയും ഞാൻ കരുതുന്നുള്ളൂ. പക്ഷെ ജ്യോതി, ഇപ്പോഴും എനിക്കറിയാത്ത ചിലതുണ്ട്. സൂര്യ ഏട്ടനും തമ്മിലുള്ള ബന്ധം എങ്ങനെ തകർന്ന് മരിച്ചിട്ട് ശവം കാണാൻ പോലും അവളൊന്നും വന്നില്ല. അതിനൊരു കാരണം വേണ്ടേ?